ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. കർത്താവിന്റെ വന്ദിനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. ഓരോ നല്ല ദിവസവും ഓരോ നല്ല പ്രഭാതവും നമുക്ക് തന്ന ദൈവത്തിന് നന്ദി പറയാം. ആമീൻ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, നമ്മൾ ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണ് തുറന്നിട്ടാണ് ആയിരിക്കുന്നത്, കാത് തുറന്നിട്ടാണ് ആയിരിക്കുന്നത്. ആമീൻ. നമുക്ക് ചിലത് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, അനുഭവിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. ഇനിയും അത് തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കേണ്ട. ആമീൻ. ആ ശബ്ദം കേൾക്കേണ്ടതിന് കാത് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട. അല്ല, എൻ്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട. ഓൾറെഡി ദൈവം നമ്മളെ അങ്ങനെ ഒരു അനുഭവത്തിലാണ് ആക്കിയിരിക്കുന്നത്. ആമീൻ. ആമീൻ. അതിനെ പകർന്നു തന്ന ദൈവത്തിനായി സ്തോത്രം. എന്നാൽ പലപ്പോഴും എന്തുകൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ല? ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ആമീൻ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ സംശയങ്ങൾ മാറിപ്പോകട്ടെ, ആ അനുഭവങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. കൈ അടിച്ചോണ്ട് പറഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിലെ നന്മയെ തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ നന്മയെ തീരുമാനിക്കുന്നത് ദൈവമല്ല, പിന്നെ ആരാണ്? നമ്മളാണ്. ഇത് പറയുമ്പോൾ നമുക്ക് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും, വിരോധാഭാസമായിട്ട് തോന്നും. പക്ഷെ സത്യം അതാണ്. കാരണം കർത്താവ് നമുക്ക് അവന്റെ നാമത്തെ നൽകിയിരിക്കുക എന്തിനു വേണ്ടിയാ? വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്യുമ്പോഴും അവന്റെ നാമത്തിൽ ചെയ്യുവാൻ അവൻ നമുക്ക് എന്റെ വാക്കിനെ തന്നിരിക്കുക. ബ്രദറെ, എന്റെ വീട്ടിലൊന്നും ഇല്ല ബ്രദറെ. കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ ചിലതിനെ ഉളവാക്കണം. അയ്യോ ബ്രദറെ, പ്രശ്നം മാറുന്നില്ല. കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ അതിനോട് കൽപ്പിച്ചാൽ അത് കടലിൽ പോയി പതിക്കും. കൈയടിക്കാതെ. അയ്യോ ബ്രദറെ, ഞാൻ രോഗിയാ. എന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. അയ്യോ ബ്രദറെ, ഭയങ്കര പോരാട്ടമോ. എന്റെ നാമത്തിൽ സകല മുഴങ്കാലും മുട്ടുമടക്കും. കൈയടിക്കാതെ, ആമേൻ പറയാതെ. പക്ഷെ നമ്മൾ പലപ്പോഴും എന്നാന്നറിയോ, ദൈവമേ എന്നെ തൊടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. ദൈവം നിങ്ങളുടെ കയ്യില് അവന്റെ നാമത്തെ നൽകിയിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല കത്രി ഉണ്ടെന്ന് വിചാരിച്ചേ. നിങ്ങളൊരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു തുണിയുടെ കഷ്ണം മുറിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എടുത്ത് മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുവോ? ഇല്ല. എന്ത് ചെയ്യും നിങ്ങൾ അതിന് പകരം? നിങ്ങളുടെ കയ്യിൽ നല്ല കത്രിയ ഉള്ളത്, ആ കത്രിയ നേരെ ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ കയ്യിൽ ചെയ്യുന്നത് അറിയും, നമ്മുടെ കയ്യിൽ കത്രിയ ഉണ്ട്, പക്ഷേ മേളിലോട്ട് നോക്കിയിട്ട് ദൈവമേ ഇറങ്ങി വരണേ ദൈവമേ എന്ന് പറഞ്ഞോണ്ടിരിക്കുവോ? ചിലതിനെ നിങ്ങൾ മുറിച്ചു കളയണം, ചിലതിനെ നിങ്ങൾ ജയിക്കണം. ഞാൻ ഇന്നലെ ദുബായിൽ പ്രസംഗിക്കുമ്പോൾ ഇൻ ക്രൈസ്റ്റാ പ്രസംഗിച്ച്. കർത്തൃമേശയെ പ്രസംഗിച്ചത് 1 മണിക്കൂർ ആ വഴിക്ക് പോയി. അവിടെ മെസ്സേജ് പറഞ്ഞില്ല. ഞാൻ ഇൻ ക്രൈസ്റ്റാ പ്രസംഗിച്ചത്. പറയുമ്പോൾ എന്നെ സ്വാധീനിച്ചിരുന്നൊരു ചിന്ത ഞാൻ പറഞ്ഞു. ഞാൻ സോളോട് അത് വന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കണം എന്ന് ആഗ്രഹിക്കും. എന്നെ ചെയ്യും, കർത്താവേ നീ എന്നോട് സംസാരിക്കണം, യേശുവേ നീ എന്നോട് ഇടപെടണം. എങ്ങനെയല്ലേ? എനിക്ക് തോന്നി അത് ഇവിടെ പ്രസംഗിച്ചാലും തോന്നിപ്പോയി. പക്ഷെ ഞാൻ സത്യത്തിലെ കർത്താവിലേക്ക് വളരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവശബ്ദം പലപ്പോഴും കേൾക്കത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. അതിന് പകരം നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിമിഷം മുതൽ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്നല്ലേ ശബ്ദം കേൾക്കാൻ നോക്കുന്നേ? നിങ്ങളൊന്നും മിണ്ടാത്തെ? നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? അവരുടെ കാര്യം ഒന്ന് ഉയർത്തി. ദാറ്റ്സ് ഗ്രേറ്റ്. പക്ഷെ നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നൽ വരുമോ? പുറത്തുനിന്ന് എന്തോ എക്സ്പെക്ടേഷൻ മുഴുവൻ പുറത്തുനിന്നല്ലേ?
നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തേ? യെസ്. നമ്മുടെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിനോട് ദൈവത്തിന് ഇടപെടാൻ കഴിയുമെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നതാണ് സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് ദൈവശബ്ദം കേൾക്കണോ? എന്നെ ചെയ്യണം? എന്നിൽ ഒരുവനുണ്ട്, ലോകത്തിലേക്കാൾ വലിയവൻ. അവന്റെ അഭിഷേകം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് സകലതും എനിക്ക് അറിയാം, എനിക്ക് സകലതും മനസ്സിലാകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. അവനാൽ പ്രാപിച്ച അഭിഷേകം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആരും എന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല. അഭിഷേകം തന്നെ എന്നെ ഉപദേശിക്കാൻ ശക്തമാണ്. എൻ്റെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നു. ഇന്നത്തെ ന്യൂ ജനറേഷൻ സഭകളിൽ സംഭവിച്ച ഒരു വലിയ പ്രശ്നം പറയട്ടെ, ഞാൻ പറയട്ടെ. ദൈവം ഇതാ നിങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ദൈവം ഇന്ന് ഒരു പ്രത്യേക അനുഭവം തരാൻ പോവാ. അപ്പൊ നമ്മളെല്ലാവരും ആ അനുഭവത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കയറി പ്രാർത്ഥിച്ചോളയും. ഞാൻ അങ്ങനെ ചെയ്യാറില്ലെന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷെ സഭകളിൽ സംഭവിച്ച പ്രശ്നമാണ്. അവരെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഒരാൾക്ക് വേണ്ടി ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അയാളുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് മനസ്സിലായാൽ, എൻ്റെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നെന്ന് മനസ്സിലായാൽ, അയാളുടെ ശ്രമം നിർത്തും, അയാൾ പകരം കേൾക്കാനായി തുടങ്ങും. ഇന്ന് ദൈവം നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി വാതിൽ തുറക്കുക, ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി നിന്റെ ചെവി തുറക്കുക. എവിടോ പ്രശ്നമുണ്ടോ? നിങ്ങൾ യേശുവിൽ വന്ന ദിവസം മുതൽ ദൈവശബ്ദത്തിനായി നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുക. യേശുവിനെ വിശ്വസിച്ച ദിവസം മുതൽ നിങ്ങളുടെ കാത് തുറന്നിരിക്കുക, നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുക. ഇനി കണ്ണ് തുറക്കണ്ട, ഇനി കണ്ണ് തുറക്കണ്ട, നിങ്ങളുടെ കാത് തുറക്കണ്ട. ആൾറെഡി ആ കണ്ണുകൾ തുറന്നതാണ്, ആൾറെഡി ആ കണ്ണുകൾ തുറന്നതാണ്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാൽ. നമ്മുടെ അജ്ഞതയാ പല നന്മകളും നമ്മളിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്, അറിയാവോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, നമ്മുടെ അജ്ഞതയാണ് പല നന്മകളും നമ്മളിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മൾ ഒരു അജ്ഞത പറയട്ടെ, ഞാൻ ഒരു അജ്ഞത പറയട്ടെ. നമുക്ക് ദർശനങ്ങൾ ദൈവം തരുമെന്ന് ഇപ്പൊ അറിയാം അല്ലെ? ദർശനങ്ങൾ തരും, സ്വപ്നങ്ങൾ തരും. സ്വപ്നങ്ങളും ദർശനങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇവൻ നമ്മൾ അശരീരി പോലൊരു ശബ്ദം കേൾക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മള് ഞാൻ ഒത്തിരി ബാലരമ വായിച്ചിട്ടുള്ള ആള്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വായിച്ചിട്ടുള്ള ആണോ? ബാലരമ വായിച്ചിട്ടുള്ള കൈവക്കി, എല്ലാവരും കൈവക്കി അല്ലേ? അതിനകത്ത് നമ്മൾ കൊച്ചു കൊച്ചു കഥകൾ കാണും. ദൈവം പ്രത്യക്ഷപ്പെട്ടു, ദേവത വന്നു, ദേവൻ വന്നു, അശരീരി പോലെ മരം വെട്ടുമ്പോൾ കേട്ടു. അങ്ങനെയൊക്കെ വായിച്ചിട്ടില്ല നിങ്ങള്? നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെയൊക്കെ കേൾക്കുന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തിന് നിങ്ങളുടെ അടുക്കലേക്ക് നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് അൺഇമാജിനബിൾ. നമ്മൾ എവിടെയോ അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. എന്നെ ശ്രദ്ധിക്കുന്നോ? സത്യമല്ലേ ഞാൻ പറയുന്നത്? നിങ്ങളോട് ദൈവം പേഴ്സണലി ഞാൻ വന്ന് വർത്താനം പറയുമോ? നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? പറ, ചിന്തിക്കാൻ പറ്റുമെന്നോ ഇല്ലെന്നോ? നമ്മൾ ആദ്യം പറയും അതിനുള്ള യോഗ്യത എനിക്കില്ലെന്ന് പറയും. ആദ്യത്തെ പ്രശ്നം എവിടെയാ? ഇനി യോഗ്യത ഉണ്ടെന്ന് തോന്നിയാലും ദൈവത്തിന് അങ്ങനെ വരാൻ പറ്റുമെന്ന് നമ്മുടെ തല്ലിൽ തോന്നും. ഇനി അങ്ങനെ വരാൻ പറ്റുമെന്ന് തോന്നിയാലും നമ്മൾ പറയും അതൊക്കെ കുറച്ച് ഉയർന്ന വിളിയുള്ള ആളുകൾക്കാന്ന് പറയും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അടുത്തിരിക്കുന്നവരോട് ചോദിക്കേ. ആദാം എന്ന് പറയുന്ന ആൾക്ക് ഏത് ശുശ്രൂഷ വിളിയാ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേ. അപ്പോസ്തലനായിരുന്നോ? അതോ പ്രവാചകനായിരുന്നോ? അല്ല ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു? അല്ല പാസ്റ്റർ ആയിരുന്നോ? ആരായിരുന്നു അബ്രഹാം? ആരായിരുന്നു ആദം എന്ന് പറഞ്ഞ ആൾ? പറ. ലൂക്കോസ് പറയുന്നത് ആദം ദൈവത്തിന്റെ മകൻ എന്നാ. നിങ്ങൾ എനിക്ക് തോന്നുന്നത് അതിനൊക്കെ സ്റ്റാൻഡേർഡ് കുറവുള്ള ആൾക്കാരാണ്. ഒറ്റൊരെണ്ണം മിണ്ടുന്നില്ല കേട്ടോ. ആദാം ശുശ്രൂഷകൻ എന്നല്ല പേരെടുക്കപ്പെട്ടിരുന്നത്, ആദാം ദൈവത്തിന്റെ മകൻ എന്ന പേരെടുക്കപ്പെട്ടിരുന്നത്. ഞാനൊരു നിങ്ങൾക്ക് അസ്വസ്ഥത വരുന്നൊരു വാചകം പറയട്ടെ, അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ. ശുശ്രൂഷകനോട് സംസാരിക്കോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പറ, ശുശ്രൂഷകനോട് സംസാരിക്കോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ മക്കളോട് എൻ്റെ അപ്പൻ വീണ്ടും ഒന്ന് കൈകളടിച്ചൊരു ആമേൻ പറഞ്ഞു. കണ്ട, നമ്മളെ കാറ്റഗറൈസ് തിരിച്ചു വെച്ചിരിക്കുക. ജോൺ ബ്രദർ കുറെ കൂടെ വിശുദ്ധൻ, അതിനേക്കാൾ വലിയ വേറൊരു വിശുദ്ധൻ. അവരോട് കർത്താവ് വേറെ രീതി ഇടപെടും, എന്നോട് കർത്താവ്. നിങ്ങൾ അറിയേണ്ടതേ, ദൈവത്തിന്റെ ഓരോ ഇടപെടലുകളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്.
അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറഞ്ഞു, ദൈവത്തിന്റെ ഓരോ ഇടപെടലുകളാണ് നമ്മളെ ഓരോ പടിയിലേക്ക് ഉയർത്തുന്നത്. അപ്പൊ ദൈവം ഇടപെടാതെ ആരും ഉയരത്തില്ല. നിങ്ങൾ അതിനെ കൈയടിച്ചില്ല. ഓരോ ദൈവിക സന്ദർശനവുമാ ഓരോരുത്തരെ ഉയർത്തുന്നേ. അവർ ഉയർന്നത് കൊണ്ടല്ല ദൈവം സന്ദർശിച്ചത്, അവരെ സന്ദർശിച്ചത് കൊണ്ട് അവർ ഉയർന്നത്. ഞാൻ ഈ ചർച്ചിനെ നോക്കിയൊരു ദൂത് പറയട്ടെ. ഈ സീസൺ ജൂൺ ജൂലൈ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം, അസാധാരണമായ ഡിവൈൻ വിസിറ്റേഷൻ ഉണ്ടാകാം. God going to visit my church. Radhano, Sikhano. നമ്മുടെ കൺസെപ്റ്റുകളിലാണ് പ്രശ്നമുള്ളത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയിലാണ് പ്രശ്നമുള്ളത്, ദൈവത്തിനല്ല പ്രശ്നമുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിനോട് ഈ പ്രാവശ്യം ദുബായിൽ നിന്ന് വരുമ്പോൾ കർത്താവിനോട് വചനം വായിക്കും ധ്യാനിക്കും ചെയ്യുക. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, എന്തുകൊണ്ട് ഞങ്ങളുടെ ചർച്ചയിലൊന്നും മരിച്ചവർ എഴുന്നേൽക്കാതെ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു ക്യാൻസർ വന്ന ഒരാളെ വിളിച്ചോണ്ടിരുന്നു നിങ്ങൾ, പക്ഷെ ഒരു മരിച്ച ഒരാളെ എടുത്തോണ്ട് വരുമോ? കണ്ടോ, നമുക്ക് മരിച്ചവർ എഴുന്നേക്കുമെന്ന് പ്രാർത്ഥിക്കാനും പറയാനും എളുപ്പമാ, പക്ഷേ പ്രാക്ടിക്കലിലേക്ക് അത് വരുമ്പോൾ പറയും. ഞാനൊരു ചോദ്യം ചോട്ടെ, ഇന്ന് കാലുവേദന ഉണ്ടായിരുന്നു, വീട്ടിൽ വരുമായിരുന്നു, ചർച്ച വരുമായിരുന്നു? ഞാൻ ഇന്ന് ഒരുത്തനോട് ചോദിച്ചു, നീ എന്താടാ വരാഞ്ഞ്? എൻ്റെ തലയൊന്ന് മുട്ടി, അവിടെ ഒരു ചെറിയ വേദനയുണ്ട്, അത് മുറിഞ്ഞിരിക്കുവോ, അതുകൊണ്ടാണ് വരാഞ്ഞ്. ഞാൻ ഒന്നും പറഞ്ഞില്ല അവനെ. തല പൊളിഞ്ഞവനെ ചർച്ച കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധിക്കും, പക്ഷെ തല മുട്ടിയ പാസ്റ്റ് വീട്ടിൽ ഇരിക്കുവോ? നിങ്ങളെന്താ മിണ്ടാത്തെ? ഒരു ഹല്ലേലൂയൊക്കെ പോയോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറയുന്നുണ്ട്, പാസ്റ്റർ ക്രിസ്, എനിക്കിഷ്ടമുള്ള ദൈവദാസന്മാരുടെ ഒരാൾ. അദ്ദേഹത്തിന് കാൽ രണ്ടും ഒരു പ്രത്യേക അസുഖം വന്നു. അതുകൊണ്ട് അദ്ദേഹം വീൽ ചെയറിലാണ് അന്ന് മീറ്റിങ്ങിന് വന്നത്. അന്നത്തെ ക്രൂസേഡിനിടയിൽ അദ്ദേഹം ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റു കുറച്ചു നേരം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മിനിസ്ട്രി വെളിപ്പെട്ടു. ആ ക്രൂസേഡ് മുഴുവൻ നന്നായി ശുശ്രൂഷിച്ചു. പക്ഷേ ക്രൂസേഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും കാല് പഴയ പോലെയായി. അപ്പോൾ അദ്ദേഹം പറയുവോ, അദ്ദേഹം ചെയ്ത കാര്യം പറയുവോ? ഇത് കൂടെ കൊണ്ടൊരു ഹല്ലേലൂയ പറയോ. ഞാൻ തന്നെ പ്രസംഗിച്ച മെസ്സേജ് ഞാൻ തന്നെ ഒന്നും കൂടെ കേട്ടു. എനിക്ക് ചിന്ത രസമായിട്ട് തോന്നി. അത് പറയാ, ആ വചനം എന്നോട് ക്രിയ ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ വീൽ ചെയറിന് എഴുന്നേറ്റത്. ഇത് ഞാൻ പറഞ്ഞതല്ല, പാസ്റ്റർ ക്രിസ് പറഞ്ഞതാ. ഇന്ന് വേൾഡിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ടോപ്പസ്റ്റ് ദൈവദാസന്മാരിൽ ഒരാളാണ്. മില്യൻസ് ആണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഒരു പ്രാവശ്യം കാണുന്നത്, ലൈവിൽ കാണുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, കർത്താവേ, അപ്പൊ എന്റെ ഉള്ളിൽ തോന്നിയ ചിന്ത ശരിയാ. ഒരു നല്ല ഹല്ലേലൂയ പറ. നമ്മുടെ അജ്ഞതയാണ് വിഷയം. അടുത്തിരിക്കുന്നവരോട് പറ, തട്ടിയിട്ട് പറ, അജ്ഞതയാണ് പ്രശ്നം. ദൈവം നമ്മുടെ ഇടയിൽ നമ്മുടെ അടുക്കിലേക്ക് വന്ന് അപ്പിയർ ചെയ്യുമെന്ന് നമ്മുടെ തലയിലില്ല. പക്ഷേ സോളിങ് വന്നിട്ട് ഇത് ആദാമെന്ന് വിചാരിച്ചോ? എല്ലാ വൈകുന്നേരം ആവുമ്പോ, ആദാമ എന്തുണ്ട് വിശേഷം, നീ സുഖമായിരിക്കുന്നോടാ എന്ന് ചോദിക്കാൻ എല്ലാ ദിവസവും പുള്ളി ഇറങ്ങി വരുമായിരുന്നു. ആര്? സകലത്തിന്റെയും ഉടയവനായവൻ തോട്ടത്തിൽ വരുമായിരുന്നു. ഒരു ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ ആദാമിൽ നഷ്ടമായ പദവി ക്രിസ്തുയേശുവിൽ എനിക്ക് മടക്കി കിട്ടിയെങ്കിൽ, ദൈവം എന്റെ സുഹൃത്തായെങ്കിൽ അവൻ എന്നെ സന്ദർശിക്കാം. സർവജ്ഞാനിയായ ദൈവം ആദാം തെറ്റ് ചെയ്ത് അറിഞ്ഞില്ലെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അപ്പോൾ അവന്റെ ജ്ഞാനത്തിന് പ്രശ്നമുണ്ടെന്ന്. പക്ഷേ തെറ്റ് ചെയ്ത, ഇനി ഞാൻ പറയുന്ന പറഞ്ഞ് ശ്രദ്ധിച്ചോണേ, തെറ്റ് ചെയ്ത ആദാം പോലും ദൈവം നടക്കുന്ന ശബ്ദം കേട്ടു. തലകേറിയില്ല നിങ്ങൾക്ക്? അത് കയറിയില്ലെന്ന് എൻ്റെ അർത്ഥം. തെറ്റ് ചെയ്തു മരത്തിന്റെ ഇടയിൽ പേടിച്ചൊളിച്ചിരിക്കുന്നവൻ പോലും കർത്താവ് വരുന്ന ശബ്ദം കേട്ടു. ഇത് നമ്മൾ മരത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നുമല്ല. We are open to hear him. ഇതിനകത്ത് മരത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആരെങ്കിലും മരത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുവാണോ? കർത്താവ് കാണണ്ട തന്നെ. നിങ്ങൾ പറയുന്നത് എന്നറിയോ? എനിക്ക് കർത്താവിനെ കാണണം.
അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. യേശുവിനെ പോലെ ഞാൻ ആയാൽ മതിയേ, യേശുവിനെ പോലെ ഞാൻ നടന്നാൽ മതിയേ, യേശുവിനെ പോലെ ഞാൻ ക്രിസ്തുവിന്റെ തലയോളം വളർന്നാൽ മതിയേ, ക്രിസ്തു തന്നെ എന്നിൽ വെളിപ്പെട്ടാൽ മതിയേ, ക്രിസ്തു തന്നെ എന്നിൽ വെളിപ്പെട്ടാൽ ഓ യേശുവിനെ പോലെ ഞാൻ ആയാൽ മതിയേ, യേശുവിനെ പോലെ ഞാൻ നടന്നാൽ മതിയേ, യേശുവിനെ പോലെ ഞാൻ ആയാൽ മതിയേ, യേശുവിനെ പോലെ ഞാൻ നടന്നാൽ മതിയേ, ഓ ക്രിസ്തുവിന്റെ തലയോളം വളർന്നാൽ മതിയേ, ക്രിസ്തുവിന്റെ തലയോളം വളർന്നാൽ മതിയേ, ക്രിസ്തു തന്നെ എന്നിൽ വെളിപ്പെട്ടാൽ മതിയേ, ക്രിസ്തു തന്നെ എന്നിൽ വെളിപ്പെട്ടാൽ മതിയേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളാണോ സ്റ്റാൻഡേർഡ് കൂടിയ ആള്, അത് ആദാമാണോ സ്റ്റാൻഡേർഡ് കൂടിയ ആള്? നിങ്ങൾ പറയും ഒരുപക്ഷെ ആദാമാണോ ആദ്യം. വെയിറ്റ് ലിസൺ ടു മീ. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സ്നാപകനേക്കാൾ മുമ്പുള്ളവർ, അല്ലെങ്കിൽ യോഹന്നാൻ വരെയുള്ളവർ ദൈവരാജ്യത്തിൽ എല്ലാവരേക്കാൾ ചെറിയവനാ. ആദാമിനെ കർത്താവ് പറഞ്ഞില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ആദാം മുതൽ യോഹന്നാൻ വരെ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവരാ. പക്ഷെ യോഹന്നാൻ സ്നാപകൻ മുതൽ ദൈവരാജ്യത്തിനകത്ത് വേറൊരു പൊസിഷനുണ്ട്. ആ കോളറൊക്കെ ഒന്ന് പിടിച്ചിട്ട് കൂടിയിട്ട് പറഞ്ഞേ, ഞങ്ങൾ കുറച്ച് ഗ്രേഡ് കൂടിയ ആൾക്കാരാ. അത് മനസ്സിലായാൽ ആ സെക്കൻഡ് മുതൽ വിസിറ്റേഷന് വേണ്ടി വാതിലുകളെ തുറക്കാൻ, വിസിറ്റേഷൻ ചെയ്യുവാൻ. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ആണ് അത്ഭുതങ്ങളുടെ അമ്മ എന്ന് പറയുന്നത്. അത്ഭുതങ്ങളുടെ അമ്മ. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, അത്ഭുതങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് എന്തുവാ? നിങ്ങളുടെ പ്രതീക്ഷയാണ്. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഈ പകൽ ഒരു അത്ഭുതം ഉണ്ടാകും, ഈ പകൽ ഒരു അടയാളം ഉണ്ടാകും, ഈ സമയം ഒരു അത്ഭുതം ഉണ്ടാകും, ഈ പകൽ ഒരു അടയാളം ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ അജ്ഞതയാണ് ദൈവത്തെ അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ തടയുന്നത്. നമ്മൾ അറിവില്ലായ്മയെന്ന് കേട്ട ചില കാര്യങ്ങൾ അല്ല എങ്കിൽ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ കർത്താവ് അതിനെ ശരിയായ വിധത്തിൽ നമ്മളെ പഠിപ്പിക്കട്ടെ. ആ അനുഭവങ്ങളിൽ കർത്താവ് കൊണ്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിൽ നിന്ന് ചിലത് കേൾക്കാൻ കഴിയട്ടെ. കർത്താവ് നിങ്ങളെ പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവിനെ അനുഭവിച്ചും കർത്താവിനെ കേട്ടും കണ്ടുമായിരിക്കുന്നതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവിനാൽ നടത്തപ്പെടുന്ന അനുഭവം നിങ്ങൾ ഓരോരുത്തരും കർത്താവ് തരട്ടെ. ഹല്ലേലൂയ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. രണ്ട് അത്ഭുത സാക്ഷികളാണ് ഈ സിസ്റ്റർ വന്നിരിക്കുന്നത്. രണ്ട് അത്ഭുത സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. സന്തോഷമുള്ള കാര്യം കേൾക്കാം. എന്നാണ് പേര്, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. 2010 ചിക്കൻ ഗുണിയ വന്നതിന് പ്രതി 2010 ജോയിൻസ് പെയിൻ ഉണ്ടായിരുന്നു. എല്ലാം ശരീരം മൊത്തം പെയിൻ ആയിരുന്നു. പിന്നെ കയ്യും കാലും എല്ലാം കുഴച്ചിലായിരുന്നു. കാലിന് ബലക്കുറവും എല്ലാം ഉണ്ടായിരുന്നു. 2010 കൊറോണ ഇത് ചിക്കൻ ഗുനിയ വന്നതിനെ തുടർന്നുണ്ടായ അസുഖമാണ്. ഇപ്പൊ 2024 ഓക്കെ, 14 കൊല്ലം. കഴിഞ്ഞ മാസം പബ്ലിക് മീറ്റിംഗില് ബ്രദർ ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാല് ബലക്കുറവുള്ളവരും കാലിന് ശക്തി ഇല്ലാത്തവരെല്ലാം മുന്നോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ സിസ്റ്റർ വിശ്വസ്തോട് കൂടിയിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു. ബ്രദർ പ്രാർത്ഥിച്ച ആ ദിവസം മുതൽ തന്നെ പൂർണ്ണ സൗഖ്യം എന്നാണെന്ന് പറയുന്നത്. കൈ ഒന്ന് അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ദൈവാത്മാവേ നന്ദി, ദൈവാത്മാവേ നന്ദി. ആ കൈകളടിച്ചേ. ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ആത്മാവേ നന്ദി, ദൈവാത്മാവേ നന്ദി, ദൈവാത്മാവേ നന്ദി. അത് എന്ന് പറഞ്ഞ 14 കൊല്ലമായിട്ട് കാലിന് തളർച്ചയും പ്രയാസമായിരുന്നു. അത് പൂർണ്ണമായിട്ട് മാറി. ഓക്കെ ചേച്ചി പറഞ്ഞു ശരിയാണോ? 14 കൊല്ലമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കാലിന്റെ പാദത്തിന് ഒരു ബലമില്ല. പിന്നെ കൈയൊക്കെ എഴുന്നേക്കുമ്പോ ഇങ്ങനെ ഇരിക്കുള്ളൂ. പിന്നെ ഇങ്ങനെ
തിരുമ്മി ചൂടാക്കിയിട്ട് വേണം നമുക്ക് പണിയൊക്കെ ചെയ്യാൻ. എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ കൈ ഇങ്ങനെ ഇരിക്കുള്ളൂ, നീ വരില്ല. വിരല് മടങ്ങാൻ ബുദ്ധിമുട്ടാ, വേദന. ഓക്കെ. അപ്പൊ അതിങ്ങനെ തിരുമ്മി ചൂടാക്കിയ ശേഷം പണിയെടുത്ത് തുടങ്ങിയാൽ പിന്നെ ശരിയാവും. ഓക്കെ. അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞ കാലില് കൈയും കാലും ഒക്കെ സ്റ്റിഫ് ആയിരിക്കുമല്ലോ. എന്നാൽ ഈ കഴിഞ്ഞ മാസം മുതൽ അങ്ങനെ ഒന്നും ഇല്ല, പൂർണ്ണമായിട്ട് മാറിപ്പോയി. ഇപ്പൊ ചൂടാക്കണില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഉഷ്ണാവുമ്പോ ഞാൻ 2-3 ദിവസം പച്ചവെള്ളത്തിൽ കുളിക്കും. ഓക്കെ. അപ്പൊ കാല് നീര് വന്ന പോലെയുള്ള വേദന വരിക. ഓക്കെ. ഈ കൈ തണുത്ത വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രയാസം വരും. ഓക്കെ. അപ്പൊ ഇപ്പൊ 1 മാസം കഴിഞ്ഞു ഞാൻ പച്ചവെള്ളത്തിൽ ഈ മഴയത്ത് ഇന്ന് വരെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. അത് സന്തോഷമുള്ള കാര്യമാണ്. ആമേൻ. മഴക്കാലത്ത് തണുത്ത വെള്ളത്തിൽ കുടിക്കാൻ ആളുകൾക്ക് പ്രയാസമാണ്, എനിക്ക് പോലും പ്രയാസമാണ്. പക്ഷേ ഈ ചേച്ചി തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നത്. ഒരു സന്തോഷത്തുള്ള കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. പറയാൻ എന്തെങ്കിലും ഉണ്ടോ? രണ്ടാമത്തെ സാക്ഷ്യം ബ്രദറെ, 2021 കൊറോണ വന്നത് പ്രതി ആൾക്ക് ചെവിയുടെ ഇടയായിട്ട് ഒരു മുഴ ഉണ്ടായിരുന്നു. അത് ചെവിയുടെ അവിടെ ഒരു മുഴയുണ്ടായിരുന്നു. ഓക്കെ. അത് വലുതായി 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 മാങ്ങയുടെ പരുവത്തിൽ വലിപ്പുണ്ടായിരുന്നു എന്നാ ഒരു പറയുന്നത്. മാങ്ങയുടെ വലിപ്പം ഉണ്ടായിരുന്നു. ഓക്കെ. എന്നിട്ട് തൃശ്ശൂർ ചർച്ചിൽ ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് പൂർണ്ണമായി സൗഖ്യമായി എന്നാണ് പറയുന്നത്. ചേച്ചി കണ്ണിമാങ്ങയല്ലല്ലോ, അല്ല, വലിയ മാങ്ങ. ഇവിടെ നീര് പോലെ ഇങ്ങനെ വന്നു. അതൊരു 3 മാസം വളർന്നു വളർന്ന ഒരു മാങ്ങയുടെ വലിപ്പം, ഉള്ളിലേക്കും അത്രയ്ക്ക് ഉണ്ട്, ഇങ്ങനെ പിടിക്കാം. ചേച്ചി ഇത് കണ്ണിമാങ്ങ നാട്ടുമാങ്ങയൊന്നും അല്ല, വലിയ മാങ്ങ. അപ്പൊ ഞാൻ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഒന്നും കൂടെ ചുണയായിട്ട് ആമേൻ പറഞ്ഞേ. അതൊരു വലിയ കാര്യമാണ്. അവർ പറയുന്നത് ചേച്ചിയുടെ കയ്യിൽ ആ വലിപ്പം ഉണ്ടായിരുന്നു മുഖത്ത്. കണ്ടില്ലേ, ഞാൻ ചോദിക്കുന്ന ആ മുഴ പോലെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഫോട്ടോ വല്ലതും ഉണ്ടോ കയ്യില്? ഫോട്ടോ ഇല്ല. ഞാൻ ഇങ്ങനെ പിടിക്കും, നല്ല വേദനയുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ പിടിക്കും, തടവൊക്കെ ചെയ്യും. ഞാൻ ചർച്ച ചേച്ചിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി. അതും സാധനമില്ല. ഇവിടെ ഒരു സഞ്ചി പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് പോയപ്പോ ഇവിടെ സഞ്ചി ഉണ്ടായിരുന്നു, ആ സഞ്ചിയും പോയി. സാക്ഷ്യത്തിന് അതൊരു ജെനുവിനാലിറ്റി ഉണ്ട്. അവർ പറഞ്ഞു കേട്ടോ, ആ മുഴ പോയപ്പോൾ അവിടെ ഒരു സഞ്ചി പോലെയായി. എന്നാൽ ഇപ്പൊ ആ സഞ്ചി പോലുള്ളതും കൂടെ പോയി കിട്ടി. ആമേൻ. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദാറ്റ് ഈസ് എ മിറക്കിൾ. ഒരു നല്ല ഇന്ന് പകൽ നിങ്ങൾ എത്ര പേര് എക്സ്പെക്ട് ചെയ്യുന്നു വലിയ കാര്യങ്ങൾ എന്റെ ദൈവം ചെയ്യാൻ പോവാന്ന്? ആ കൈകളൊന്ന് അടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. അനുഭവിക്കാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തൊട്ടറിയുന്ന അനുഭവങ്ങളെയാണ് നമ്മൾ അത്ഭുതമായി കാണുന്നത്. അതൊരു രോഗസൗഖ്യമാകാം, അല്ലെങ്കിൽ വ്യക്തിപരമായ ചില സന്ദർശനങ്ങളാകാം, ഏത് തന്നെ ആകട്ടെ, അതെൻ്റെ ലൈഫിൽ വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ സാഹചര്യങ്ങൾ അത് പൂർണ്ണമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു ദൈവശക്തി എൻ്റെ ലൈഫിനെ എന്തൊക്കെയോ കാര്യങ്ങളെ യഥാക്രമപ്പെടുത്തുകയാണ്. അടുക്കും ചിട്ടയും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്ന ഇടത്തു നിന്നും അതെന്നെ പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഏത് സ്ട്രഗിളിലാണോ, ഏത് ഭാരത്തിലാണോ, അതിൽ നിന്നെല്ലാം കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരട്ടെ. വലിയ അനുഭവങ്ങളെ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഓരോ സന്ദർശനങ്ങളും അത് ഞങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നല്ലോ അപ്പാ. കർത്താവെ, ഈ കുടുംബങ്ങളിൽ അപ്പാ ദൈവത്തിൻ്റെ കരം ചലിക്കണം അപ്പാ. ഇവർ ഞെരുങ്ങുന്നിടത്ത് നിന്നും ഇവരെ വിശാലതയിലേക്ക് കൊണ്ടുവന്നാട്ടെ അപ്പോൾ ഇവർ വേദനയോടെ ഞരങ്ങുന്നിടത്തു നിന്നും വലിയ സന്തോഷത്തിൻ്റെയും ആർപ്പുവിളിയുടെയും ഇടത്ത് കൊണ്ടുവന്നാട്ടെ അപ്പോൾ കർത്താവെ, രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പോൾ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ വലിയ നന്മയും ആരോഗ്യവും അപ്പോൾ അവരുടെ ലൈഫിൽ കാണട്ടെ അപ്പോൾ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കഴുത്തിലൊരു സർജറി കഴിഞ്ഞു, പക്ഷേ സർജറിയെ തുടർന്ന് ഇൻഫെക്ഷനും അതേപോലെ വെള്ളമെടുക്കുന്ന ചില പ്രയാസത്തോടെയും ആയിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ ഇറിറ്റേഷൻ മാറാതായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അപ്പോൾ സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ലൈഫ് മുഴുവനും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.